അതെ, അതുതന്നെയാണ് വിനയ. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീനിവാസനാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ 200-ലധികം സിനിമകൾ ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. എറണാകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഏറെക്കുറെ നാളുകളായിട്ട്. അതിനുശേഷം ആ ഒരു കാലയളവിൽ അത്രയും സിനിമാ മേഖലയുമായി കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ചികിത്സയെ തുടർന്ന്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ന് രാവിലെ എത്തുന്ന ഈ ഒരു വാർത്തയും വളരെ വേദനാജനകമാണെന്ന് തന്നെ പറയാം. മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടന്മാർക്കൊപ്പവും സംവിധായകർക്കൊപ്പവും നല്ല നല്ല വേഷങ്ങൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സന്ദേശം സിനിമ എടുത്തു പറയുകയാണെങ്കിലും, അറബിക്കഥ പറയുകയാണെങ്കിലും, തലയണ മന്ത്രം പറയുകയാണെങ്കിലും, പൊന്മുട്ടയിടുന്ന താറാവ് പറയുകയാണെങ്കിലും, ഇങ്ങനെ തുടങ്ങി മലയാളികളുടെ മനസ്സിൽ മറക്കാനാവാത്ത കുറേയേറെ നല്ല ചിത്രങ്ങളും നല്ല നല്ല വേഷങ്ങളും ഇപ്പോഴും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയാനുള്ളത്, ട്രാഫിക് എന്നൊരു സിനിമയിൽ സുധേവൻ എന്നൊരു കഥാപാത്രം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ട്രാഫിക് എന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്കിപ്പം സംവിധായകൻ MA നിഷാദ് ചേരുന്നുണ്ട്. ശ്രീ നിഷാദ്, ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഏറ്റ വലിയൊരു എന്താ പറയുക, ഒരു വിള്ളൽ വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നടൻ ശ്രീനിവാസന്റെ വിയോഗം എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചാലും വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത്, ഇതിനേക്കാളുപരിയായിട്ടൊരു വ്യക്തി എന്ന നിലയിൽ മലയാള സിനിമയിൽ തൻ്റെതായ ഒരു കയ്യൊപ്പ് ഒരു മഹത്വത്തിൻ്റെ ഉടമയാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തിലുണ്ടാവുന്ന വിഷയങ്ങളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്നും മുന്നിൽ നിന്നുണ്ടായിരുന്നു. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്ദേശം, സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉൾപ്പെടെ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന്റെ രചനയിൽ നിന്നുണ്ടായി. സിനിമാ രംഗത്തുള്ളവരെ പോലും ക്രിറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ യാതൊരു മടിയും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെ അദ്ദേഹം എല്ലാവരോടത്തും സമൂഹത്തോടൊന്നും സംവേദിച്ചു കൊണ്ടിരുന്ന ഒരു തികഞ്ഞ കലാകാരനാണ്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് ശ്രീനേട്ടൻ. ഞാൻ ആദ്യമായി നിർമ്മിച്ച ഒരാൾ മാത്രം എന്ന സിനിമയിൽ മമ്മൂക്കയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ശ്രീനിവാസൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹവുമായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ട്. എൻ്റെ കഴിഞ്ഞ പടത്തിന്റെ ഒരു മ്യൂസിക്കൽ ഫംഗ്ഷന് ശ്രീനേട്ടനെത്തിയിരുന്നു. അദ്ദേഹം മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനം കാണുന്നതെന്നാണ്. ശ്രീനേട്ടന്റെ കുടുംബവുമായിട്ട് അതൊരു ബന്ധം. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ എൻ്റെ സിനിമയിൽ ഒരു പടത്തിൽ നായകനായിരുന്നു. ഒരു സഹോദര തുല്യനാണ്. തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം തന്നെയാണ് ശ്രീനേട്ടനുമായിട്ടുള്ളത്. കാര്യം ഞാൻ ഒരാൾ മാത്രം നിർമ്മിക്കുമ്പോൾ എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ. അന്ന് മുതലുള്ളൊരു ആത്മബന്ധം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു തികഞ്ഞ കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എന്നും മലയാള സിനിമയിൽ തന്റെ വീരാൽ ചേർക്കപ്പെടുകയും. ശരി, സംവിധായകൻ MA നിഷാദാണ് ഇപ്പോൾ നമുക്കൊപ്പം ദുഃഖം പങ്കുവച്ചത്. നമുക്കിപ്പം റിപ്പോർട്ടറായ D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, മലയാള സിനിമയുടെ ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇപ്പോൾ നടൻ ശ്രീനിവാസന്റെ ഈ ഒരു വിയോഗം തന്നെ. ഇപ്പോൾ 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ 200-ലധികം സിനിമകൾ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിലും സന്ദേശം സിനിമ തന്നെ എടുത്തു നോക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ചയായത് സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ പല ഡയലോഗുകളും തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ആക്ഷേപഹാസ്യത്തിന് വളരെയധികം ഊന്നൽ നൽകി വളരെ മനോഹരമായി തിരക്കഥ എഴുതിയിരുന്ന ഒരു നടനും സംവിധായകനും അതിനപ്പുറത്ത് ഒരു മികച്ച തിരക്കഥാകൃത്തും കൂടിയായിരുന്നു അന്തരിച്ച ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലമായ രീതികൾ, അതായത് ഈ പൊങ്ങച്ചവും അതിനപ്പുറത്തേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മറ്റു തലങ്ങളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായി തിരക്കഥ രചിച്ച ഒരു തിരക്കഥാകൃത്ത്, അതിനപ്പുറം ഒരു നടൻ ഒക്കെ ആയിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാൻ കഴിയും.
പ്രത്യേകിച്ച് നമ്മൾ വടക്ക് നോക്കിയ യന്ത്രം, അതുപോലെ തന്നെ അങ്ങനെ ആ സിനിമ ഉൾപ്പെടെ അതുകൂടാതെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമള, ഇത്തരം മലയാള സിനിമകളൊക്കെ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് വളരെ ശ്രദ്ധേയമായ ചില കുടുംബ ബന്ധങ്ങളുടെ കഥകളാണ്. അതിൽ അതിൽ ആ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും തരത്തിൽ തന്നെയാണ് ആ കഥാപാത്രം. അത്ര ഈ സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്ന ആളുകളെ തന്റെ കഥയിലേക്കും തന്റെ സിനിമയിലേക്കും കൊണ്ടുവന്ന് അതിലൂടെ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്നതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. വടക്കു നോക്കിയ യന്ത്രത്തിലെ ഭർത്താവിനെയും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ ഭർത്താവിനെയും ഒക്കെ തന്നെ ഒരു പക്ഷേ നമുക്ക് സമൂഹത്തിൽ പലയിടങ്ങളിലായി കാണാൻ കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ തലയണ മന്ത്രം, ഇങ്ങനെ തുടങ്ങുന്ന ഈ സിനിമകളൊക്കെ തന്നെ മലയാളി നന്നായി ആസ്വദിക്കുകയും മലയാളി നന്നായി ചിരിക്കുകയും ചെയ്ത മായ ഭാവങ്ങളാണ് പലപ്പോഴായി ശ്രീനിവാസൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. നാടോടിക്കാറ്റിലെയും ഒപ്പം തന്നെ പട്ടണപ്രവേശത്തിലെയും ഒക്കെ വിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മലയാള സിനിമയുടെ സംവിധായകനും അഭിനേതാവും തിരക്കഥാകൃത്തുമായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടൊക്കെയുണ്ട്. ശ്രീനിവാസൻ്റെ വിയോഗം വലിയൊരു നഷ്ടമാണ്. ഭാവനാസമ്പന്നമായ കഥാപാത്രങ്ങളെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുന്നതായും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള കാണുമ്പോൾ ഭാര്യ തന്നെ കളിയാക്കാറുണ്ട് എന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. ഈ ഒരു വിയോഗത്തിൽ അദ്ദേഹവും പ്രതികരിക്കുന്നുണ്ട്. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം പങ്കുവയ്ക്കുന്നത്. ബിനോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ സണ്ണി ജോസഫൊക്കെ രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ, ഇതിൽ സണ്ണി ജോസഫുമുണ്ട്, ശ്രീനിവാസന്റെ വിയോഗം വലിയൊരു നഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു പ്രത്യേക കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കഥയോ മാത്രമല്ലായിരുന്നു ശ്രീനിവാസൻ മലയാളികൾക്ക് സമ്മാനിച്ചത്. ശ്രീനിവാസന്റെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. വരവേൽപ്പെന്ന സിനിമയിലെ ബസ്സുടമയെയും അങ്ങനെ തുടങ്ങി വടക്കു നോക്കിയ യന്ത്രത്തിലെ ഭർത്താവിനെയും അതിനപ്പുറത്തേക്ക് നാടോടിക്കാറ്റിൽ ജീവിക്കുന്നതിന് വേണ്ടി പത്തേമാരി കയറുന്ന വിദേശത്തേക്ക് കടക്കാൻ പോകുന്ന യുവാവിനെയും ഒക്കെ തന്നെ മലയാളിക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഒരിക്കൽ പോലും വിസ്മരിക്കാനാവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയധികം വളരെ ശ്രദ്ധയോടുകൂടി ഹാസ്യത്തെയും അതിനും അപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും ജീവിതത്തെയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളോട് സന്നിവേശിപ്പിച്ച് മലയാളിക്ക് സംഭാവന ചെയ്ത ഒരു നടൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വേറിട്ടവരായിരുന്നു. ചില കഥാപാത്രങ്ങൾ തികഞ്ഞ ആക്ഷേപഹാസ്യം ഉൾക്കൊള്ളുന്നവരായിരുന്നെങ്കിൽ പോലും പക്ഷെ അത് നൽകുന്നത് അല്ലെങ്കിൽ അവർ ആ കഥാപാത്രങ്ങൾ നൽകുന്ന ചില നല്ല ചിന്തകൾ ഉണ്ടാവും. ആ നല്ല ചിന്തകൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് തരുന്ന ചില സൂചനകളാണ്, നല്ല സൂചനകളാണ്. ഒരു പക്ഷേ മലയാളത്തിൽ നിന്നും വലിയ പ്രതീക്ഷകളുമായാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തി സിനിമയുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത്. ആ പഠന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരായ മലയാള സിനിമയിലെ നടന്മാരാണ്. രജനീകാന്തിനെ പോലെയും ഒക്കെയുള്ള, കമലഹാസനെ പോലെയൊക്കെ ഉള്ള നടന്മാരോടൊപ്പം ഒക്കെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠനം നടത്തിയതിനു ശേഷം മലയാളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു വേദിയിൽ കണ്ടെത്തുക എന്നുള്ളതിൽ അദ്ദേഹം വലിയ തരത്തിൽ ബുദ്ധിമുട്ടിയിരുന്നൊന്നുമില്ല. പക്ഷെ ആദ്യം തന്നെ ഒരു തിരക്കഥാകൃത്തിന്റെ വേഷം അണിയുവാൻ അവസരം നൽകിയത് പ്രിയദർശനായിരുന്നു. പ്രിയദർശന്റെ സിനിമകളുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും ഏറ്റവും മനോഹരമായ കഥകൾക്കുമൊക്കെ രൂപം നൽകിയിട്ടുള്ളതും ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയതുമൊക്കെ ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാനായ തിരക്കഥാകൃത്തിന്റെ തൂലികകളാണ്. സ്വന്തം കഥാപാത്രത്തിനപ്പുറത്തേക്ക് ഒപ്പം അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെയും മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത. അങ്ങനെ ആ ഒരു സിനിമയിൽ എത്ര കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നുവോ ആ കഥാപാത്രങ്ങൾ താൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പടി കൂടി മുന്നിൽ നിന്ന് മുന്നോട്ട് പോകുന്ന തരത്തിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വളരെയധികം
പ്രത്യേകതയുള്ള ഒരു തിരക്കഥാകൃത്തെന്ന് വേണം മലയാളത്തിൽ അദ്ദേഹത്തെ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയുക. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. മറ്റ് ഭാഷയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് തന്നെയാണ് ആ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ തിരക്കഥാകൃത്ത് ഒരു കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്കോ ഒന്നും പോകുന്നത് നമ്മൾ കാണാറില്ല. പക്ഷേ ശ്രീനിവാസന്റെ സിനിമകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരക്കഥ രചിച്ചാൽ തന്നെയും അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് ഒപ്പം തന്നെ അദ്ദേഹം ഒരു വളരെ ശ്രദ്ധേയനായ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഈ പ്രധാന നടനിൽ നിന്നൊക്കെ മാറി നിന്ന് വളരെ വ്യത്യസ്തനായ റോളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരാളുടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് നാടോടിക്കാറ്റിലെയും പട്ടണപ്രവേശത്തിലെയും ഒക്കെ കഥാപാത്രം. അതിനപ്പുറത്തേക്ക് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിലെ പച്ചയായ ജീവിതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിബിംബങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം തന്നെ. വരവേൽപ്പിലെ ബസ് ഓണറെയും ഒക്കെ അല്ലെങ്കിൽ സ്വകാര്യ ബസിന്റെ ഓണറെയൊക്കെ നമുക്ക് എത്ര കണ്ടാലും എത്ര ചിന്തിച്ചാലും പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്കാണ് സന്ദേശം എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു വെക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയത്തിന്റെ ആ രാഷ്ട്രീയത്തിനൊരു പ്രത്യേകതയുണ്ടായി. ആ രാഷ്ട്രീയത്തിന് കുടുംബ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ചിന്തകളെ കൂടി അദ്ദേഹം കൊണ്ടുവരും. ഒരു കുടുംബത്തിനകത്തുണ്ടാകുന്ന വ്യത്യസ്തമായ തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളെ ഇത്ര മനോഹരമായി തിരക്കഥയിലൂടെ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു തിരക്കഥാകൃത്ത് ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഹാസ്യത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത സമൂഹത്തിന് നേരെ ചൂണ്ടുന്ന വലിയ തരത്തിലുള്ള ചിന്തകളായിരുന്നു. അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു സമൂഹത്തെയോ ഒരു വിഭാഗത്തെയോ നേർവഴിക്ക് നയിക്കുവാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് ശ്രമിച്ചിരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഈ 48 വർഷത്തെ നീണ്ട സിനിമാ ജീവിതത്തിനിടയിലൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒട്ടനവധി സിനിമകളുണ്ട്. പ്രത്യേകിച്ചും ഉദയനാണ് താരം എന്ന് പറയുന്ന ആ സിനിമയിലൂടെ ഒരു തിരക്കഥ മൂട്ടിച്ച് പിന്നീട് ആ കഥാപാത്രം പിന്നീട് മാറപ്പെടുന്ന സ്ഥലങ്ങൾ, അദ്ദേഹം എത്തപ്പെടുന്ന സിനിമയിലെ അഭിനയ രീതി, അതിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രവും അതിൽ അദ്ദേഹം വിരൽ ചൂണ്ടുന്ന മലയാള സിനിമയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലെ സിനിമകളിലേക്കോ ചില നടന്മാർക്കും പോലും അത് ഉളുപ്പുണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അത് മാറപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് വലിയ ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞു. സിനിമയ്ക്കുള്ളിൽ തന്നെ അത് ചർച്ചയായി മാറപ്പെട്ടു. അങ്ങനെ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതായത് സമൂഹവുമായി ബന്ധപ്പെട്ട ചിന്തകൾ അത് ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മലയാള സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്തിനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അഭിനയത്തിൽ നടനപ്പുറത്തേക്ക് ഒരു തിരക്കഥാകൃത്ത് നിലയിൽ ശ്രീനിവാസൻ പറയുന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ശ്രീനിവാസൻ അതായിരുന്നു ഭംഗിയുള്ള വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മലയാളിക്ക് മനസ്സിലാകുന്ന വാക്കുകളിലൂടെ പറയാനുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഹൃദയഭേദകമായ ആത്മബന്ധങ്ങൾ, അതൊക്കെ തന്നെ വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ തിരക്കഥയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുമായിരുന്നു. അതിന് അല്പം ഒന്ന് മേമ്പടി കൂടി ചേർത്തുകൊണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം കൂടി എത്തുമ്പോഴേക്കും അത്ര ഭംഗിയായി ആ സിനിമ മുമ്പോട്ട് പോകുമായിരുന്നു. ഒരു പക്ഷേ ഈ അവസാന കാലഘട്ടങ്ങളിൽ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ ശ്രീനിവാസന്റെ തിരക്കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ സംവിധായകൻ രക്ഷപ്പെട്ടു എന്നാണ് പലരും പറയുന്നത്, സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത്. കാരണം അത്രയധികം സിനിമാ മേഖലയിൽ അത്രയധികം സാധ്യതയുണ്ടായിരുന്ന, അത്രയധികം പ്രേക്ഷകർ. തുടരുക. ഇപ്പോൾ രഞ്ജി പണിക്കർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അല്ല, അതൊക്കെ മക്കൾ വന്നിട്ട് വേണം തീരുമാനിക്കാൻ. അവരെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് വീട്ടിലേക്ക് പോയിട്ട് ടൗൺ ഹാളിലേക്ക് 1 മണിക്കാണ് ടൗൺ ഹാളിൽ. ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും.
നടനും തിരക്കഥാകൃത്തുമായ സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടരുന്നു. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ അതുല്യ പ്രതിമയായ ശ്രീനിവാസനാണ് ഇപ്പോൾ മലയാള സിനിമയെ വിട്ടുപോയിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീനിവാസൻ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ അതികായകൻ തന്നെയായിരുന്നു. കാര്യം അദ്ദേഹം ഒരു വേറിട്ട നടനും വേറിട്ട എഴുത്തുകാരനും വേറിട്ട ചിന്തകനും വേറിട്ട സാമൂഹ്യ വിമർശകനും കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നതും വിലയിരുത്തുന്ന അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നർമ്മങ്ങള്, അദ്ദേഹത്തിന്റെ സറ്റയർ ആയ ചിന്താഗതിയോടുകൂടി സമൂഹത്തിലെ പുഴുക്കുത്തുകളെ വിമർശിക്കുന്നത്, സമൂഹത്തിലെ തെറ്റായ വ്യവസ്ഥകളെ വിമർശിക്കുന്നത് തന്റെ തൂലിക ആയുധമാക്കിയിട്ടുണ്ട്. അത് പല സിനിമകളിലും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുമുണ്ട്. സ്വതസിദ്ധമായ വേറിട്ടൊരു അഭിനയമാണ് അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ അഭിനയസിദ്ധി തീർച്ചയായിട്ടും മലയാള സിനിമാസ്വാദകർ എല്ലാ കാലത്തും മനസ്സിൽ ഓർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ മലയാള സിനിമാ പ്രവർത്തകർക്കും മലയാള പ്രേക്ഷകർക്കും കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു വിടവ് തന്നെയാണ്. ആ വിടവ് തീർത്തുവാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് നമുക്കൊരു ആശ്വാസമുണ്ട്. അദ്ദേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് മക്കളെ, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അതിൽ നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട്, ചെറിയൊരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ആ മക്കളിലൂടെ അദ്ദേഹത്തിന്റെ സഹസിദ്ധി തീർച്ചയായിട്ടും മലയാള ആസ്വാദകർക്കും മലയാള സിനിമയ്ക്കും ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ മലയാളികൾക്കൊപ്പം, എല്ലാ സിനിമാ ആസ്വാദകർക്കും സിനിമാ പ്രവർത്തകർക്കൊപ്പം ഈ നഷ്ടത്തിൽ, ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് എല്ലാവിധ പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുകയാണ്. നമസ്കാരം. വളരെയധികം നന്ദി ശ്രീ കൊല്ലം തുളസി. തീർച്ചയായും മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭയെ തന്നെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനാണ് അന്തരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിക്കാൻ സാധിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്താണ് അദ്ദേഹം ജനിച്ചത്. സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന മലയാള സിനിമയിൽ നാഴികക്കല്ലുകളായ ഒരു പിടി മലയാള സിനിമകളാണ് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനായി മാറിയത്. ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇപ്പോൾ കൊല്ലം തുളസി അടക്കം സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ പ്രഗത്ഭനായ ഒരു നടനും സംവിധായകനെയുമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ബിനോയ്, തുടരാം. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ആക്ഷേപഹാസ്യ സിനിമകൾക്കപ്പുറത്തേക്ക് കുടുംബ ജീവിതങ്ങളുടെ യഥാർത്ഥ ചിത്രങ്ങൾ മലയാളികൾക്ക് തുറന്നു കാട്ടിക്കൊടുക്കുവാൻ ശ്രമിച്ച തിരക്കഥകളായിരുന്നു ശ്രീനിവാസൻ രചിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് തന്നെ ഇന്ത്യയിലെ തന്നെ ലോകത്തെമ്പാടും അറിയപ്പെടുന്ന രജനീകാന്തിനെ പോലെയൊക്കെയുള്ള നടന്മാർക്കൊപ്പം പഠിക്കുക, സിനിമയെ കുറിച്ച് പഠിക്കുക, അത് പിന്നീട് മലയാള സിനിമയിൽ അതിന്റെ ഒരു ഭാഗമായി മാറുക എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന സാധാരണക്കാരനിലൊപ്പം അവരുടെ ജീവിതത്തോടൊപ്പം നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് കണ്ണൂരിലെ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും സിനിമാ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. സിനിമാ മോഹം കൊണ്ട് മാത്രം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തിന് അദ്ദേഹം തയ്യാറാവുന്നു. ആ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം വലിയ തരത്തിൽ സിനിമാ രംഗങ്ങളിൽ എത്തുന്നതിന് വേണ്ടി വലിയ ആരുടെയും പിറകെ വലുതായിട്ട് പാഞ്ഞോടിയൊന്നുമില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളെ വഴി പ്രിയദർശനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അദ്ദേഹം തിരക്കഥയുടെ ആദ്യ പടവുകൾ അദ്ദേഹം ചവിട്ടുകയായിരുന്നു. അവിടെ നിന്നായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്ന വലിയ തിരക്കഥാകൃത്തിലും വലിയ നടനിലേക്കും ഉള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തും ശ്രീനിവാസനും അതോടൊപ്പം തന്നെ പ്രിയദർശനും മോഹൻലാലും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട് മലയാളിക്ക് സമ്മാനിച്ച ചിരിക്കൂട്ട് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നമുക്ക് മറക്കാനാവില്ല. പ്രത്യേകിച്ചും മലയാള സിനിമയിൽ ഒരു വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത ചിരിപ്പടങ്ങൾ സമ്മാനിച്ച ആളുകളുണ്ട്. സത്യനന്ദിക്കാടായാലും പ്രിയദർശനായാലും ഒക്കെ തന്നെ ശ്രീനിവാസന്റെ തിരക്കഥകളിൽ അവർ കൈകടന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഹാസ്യം, അതിന് കിട്ടുന്ന ഒരു ജീവിത ബന്ധം, അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ സംവിധായകൻ എന്ത് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അതിനും അപ്പുറത്തേക്ക് കഥാപാത്രങ്ങളെ തിരക്കഥകളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മലയാളികളായ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുമ്പോഴേക്കും
മലയാളി അത് ആസ്വദിക്കുന്നത് കാണുമ്പോൾ അത് എത്ര സുന്ദരമായിരുന്നു എന്ന് തന്നെ സംവിധായകർ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ നമ്മുടെ സമൂഹത്തിലുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് അദ്ദേഹം കഥയും കഥാപാത്രങ്ങളുമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഭർത്താവിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ തൊഴിൽ തേടി അലയുന്ന ഒരു യുവാവിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളായി, സമൂഹത്തിൽ എല്ലാവരും പിന്തള്ളിയിട്ടിരിക്കുന്ന ചില മനുഷ്യരുടെ കഥകളായി, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ജോലി ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ സർക്കാർ ജോലി ഉണ്ടായിട്ട് പോലും മടിയനായി മാറപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ കഥയായിരിക്കാം. അങ്ങനെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തരായ